ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഷോമിയുടെ രണ്ട് സ്മാർട്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. Redmi Note 5 Pro പിന്നെ Redmi Note 6 Pro എന്നിവയാണിത്. ഇനി ഷോമിയുടെ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും Redmi Note 6 Pro വാങ്ങാവുന്നതാണ്. പക്ഷേ ഷോമിയുടെ Redmi Note 5, Redmi Note 5 Pro, Redmi 6 Pro എന്നീ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ കാണുന്നതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇത് ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. Redmi Note 6 Proയുടെ 4GB റാമും 64GB സ്റ്റോറേജുമുള്ള വേരിയന്റിന് 13,999 രൂപയും 6GB റാമും 64GB സ്റ്റോറേജുമുള്ള വേരിയന്റിന് 15,999 രൂപയുമാണ് വില. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ പ്രമാണിച്ച് ആദ്യ സെയിലിൽ മാത്രം 1000 രൂപയുടെ അധിക ഇളവ് നൽകിയിരുന്നു. പക്ഷേ അത് ഇനി അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അടുത്ത സെയിൽ ഡേറ്റും ഈ സ്മാർട്ട് ഫോണുകൾ വാങ്ങാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. Redmi Note 6 Pro ആണ് പുതിയ മോഡലെങ്കിലും പണം ലാഭിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോച്ച് ഇഷ്ടമല്ല എങ്കിലും Redmi Note 5 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. Redmi Note 5 Proയുടെ പിൻഗാമിയായി വന്നിരിക്കുന്ന Redmi Note 6 Proയ്ക്ക് ഇന്റേണലി പഴയ മോഡലിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ എടുത്തു പറയാനില്ല. അതായത് അകത്തുള്ള ഹാർഡ്വെയർ ഒക്കെ പഴയത് തന്നെയാണ്. മാറ്റങ്ങൾ കാണാനുള്ളത് പുറത്താണ്, അതും വളരെ കുറച്ച് മാത്രം. നമ്മൾ ആദ്യം കാണുക ഫോണിന്റെ ഡിസ്പ്ലേ ആണല്ലോ, അവിടെ നിന്നും തന്നെ തുടങ്ങാം. ഇവിടെ നിങ്ങൾക്ക് കാണാം Note 5 Proയിൽ 5.99 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണുള്ളത്. Note 6 Proയിൽ 6.26 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയും. പക്ഷേ ഇവിടെ ഒരു നോച്ച് ഉണ്ട്. ഡിസ്പ്ലേ നോച്ച് എന്താണെന്ന് ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ മുകളിലുള്ള ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള ബെസലിന്റെ വലുപ്പവും കുറഞ്ഞു. അതായത് രണ്ട് ഫോണുകളുടെയും ബോഡി സൈസ് ഒരുപോലെയാണെങ്കിലും സ്ക്രീൻ Note 6 Proയിലാണ് വലുത്. ഒരുപക്ഷെ Note 6 Proയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഇതായിരിക്കും. ഡിസ്പ്ലേയുടെ വലിപ്പം കൂടിയതിന്റെ കൂടെ റെസൊല്യൂഷനും Note 6 Proയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റി രണ്ട് ഫോണുകളിലും 403 പിക്സൽസ് പെർ ഇഞ്ച് തന്നെയാണ്. പിക്സൽ ഡെൻസിറ്റി എന്താണെന്ന് അറിയില്ല എങ്കിൽ പിക്സൽ ഡെൻസിറ്റിയെ പറ്റി ചെയ്ത വീഡിയോ കാണാൻ മുകളിലുള്ള ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഏത് വേർഷൻ ആണെന്ന് കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല. രണ്ട് ഫോണുകളുടെയും റൈറ്റ് സൈഡിലായി പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാം. ലെഫ്റ്റ് സൈഡിലായി സിം കാർഡ് ട്രേയും. താഴെ രണ്ട് ഫോണുകളിലും പ്രധാന സ്പീക്കർ, മൈക്രോ USB പോർട്ട് പിന്നെ പ്രധാന മൈക്രോഫോൺ എന്നിവയുണ്ട്. പക്ഷേ Note 5 Proയിൽ 3.5mm ഓഡിയോ ജാക്കും ഇവിടെയാണ്. Note 6 Proയിൽ ഇത് മുകളിലുള്ള എഡ്ജിലാണ്. രണ്ട് ഫോണുകളിലും മുകളിൽ തന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും ഇൻഫ്രാറെഡ് ബ്ലാസ്റ്ററും കാണാം. പുറകിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണുകളും ഒരുപോലെയാണുള്ളത്. രണ്ടിലും പുറകിൽ മെറ്റൽ ബോഡിയാണ്. മുകളിലും താഴെയുമായി ബാൻഡ് ഡിസൈൻ ഉണ്ട്. ക്യാമറ മൊഡ്യൂൾ പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ സ്ഥാനം പോലും ഒരുപോലെയാണ്. പക്ഷെ കയ്യിലെടുക്കുമ്പോൾ ചെറിയ ഡിസൈൻ മാറ്റം കാരണം Note 6 Pro അല്പം കൂടുതൽ ഗ്രിപ്പ് നൽകും. ഇനി ഇന്റേണൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരുപോലെയാണ്. രണ്ടിലും സ്നാപ്ഡ്രാഗൺ 636 തന്നെയാണ് ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. രണ്ടിലും 64GB ആണ് ഇന്റേണൽ സ്റ്റോറേജ്, 4GB പിന്നെ 6GB എന്നീ റാം ഓപ്ഷനുകളുമുണ്ട്. രണ്ട് ഫോണുകളിലും 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകൾക്കും ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടുമുണ്ട്. ഇനി ക്യാമറയെക്കുറിച്ച് പറയാം. പുറകിലെ ക്യാമറ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ രണ്ടിലും സെയിം ആണെന്ന് തോന്നാം. രണ്ട് ഫോണുകളിലും 12 മെഗാപിക്സൽ പിന്നെ 5 മെഗാപിക്സൽ എന്നീ രണ്ട് സെൻസറുകൾ ഉപയോഗിച്ചുള്ള ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണുള്ളത്. പക്ഷേ Note 6 Proയിലെ 12 മെഗാപിക്സൽ സെൻസർ അല്പം വലുതാണ്. Note 5 Proയിലെ 1.25 മൈക്രോൺ പിക്സൽ സൈസുള്ള സെൻസറിനു പകരം 1.4 മൈക്രോൺ പിക്സൽ സൈസുള്ള സെൻസറാണ് Note 6 Proയിലുള്ളത്. കൂടാതെ Note 5 Proയിലെ സെൻസറിന് f2.2 ആണ് അപ്പേർച്ചർ. ഇത് Note 6 Proയിൽ f1.9 ആണ്. ഈ മാറ്റങ്ങൾ കൊണ്ട് Note 6 Proയിലെ ക്യാമറയ്ക്ക് കുറഞ്ഞ വെളിച്ചത്തിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. മുൻ മോഡലിന് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് അഥവാ PDAF ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പുതിയ ഫോണിന് ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആണ്. കാനന്റെ DSLR ക്യാമറകളിൽ കാണുന്ന ഈ സിസ്റ്റം കൂടുതൽ മെച്ചപ്പെട്ട ഓട്ടോ ഫോക്കസ് ടെക്നോളജിയാണ്. Note 5 Proയിൽ ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം Note 6 Proയിലെ ക്യാമറയ്ക്കുണ്ട്. വീഡിയോ റെക്കോർഡിംഗിന്റെ കാര്യത്തിൽ Note 5 Proയ്ക്ക് ഇപ്പോൾ Note 6 Proയിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ ഉണ്ട്. Note 5 Proയിൽ ഫുൾ HD വീഡിയോസ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ Note 6 Proയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ മാത്രമേ ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സപ്പോർട്ടുള്ളൂ. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കാം. Note 5 Proയിൽ 20 മെഗാപിക്സലിന്റെ ഒരു സെൻസർ മാത്രമാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ടുള്ളത്. വളരെ മികച്ച ഫോട്ടോസ് എടുക്കാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. പോർട്രേറ്റ് മോഡ് ഫീച്ചറും ഇതിലുണ്ട്. Note 6 Proയിൽ 20 മെഗാപിക്സലിന്റെ ഈ സെൻസറിന്റെ കൂടെ ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ കൂടിയുണ്ട്. ഒരു സെൻസർ അധികം ഉണ്ടെങ്കിലും ചെറിയ ഇംപ്രൂവ്മെന്റ് ആണ് ഫോട്ടോസിൽ കാണാൻ സാധിക്കുക. പക്ഷേ Note 5 Proയിലാണ് ഫ്രണ്ട് LED ഫ്ലാഷ് ഉള്ളത്. Note 6 Proയിൽ സ്ക്രീൻ ഫ്ലാഷ് ആണുള്ളത്. Note 6 Proയിൽ ഡ്യുവൽ ഫ്രണ്ട് ക്യാമറ ആണ് ഉള്ളത് എങ്കിലും ഫ്രണ്ട് LED ഫ്ലാഷ് ഉള്ളത് കൊണ്ട് Note 5 Proയിലെ ക്യാമറയായിരിക്കും ചിലർക്ക് മികച്ചതായി തോന്നുക. നോച്ച് വളരെ വലുതാണെങ്കിലും പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ, ഇയർ പീസ് പിന്നെ
2 ക്യാമറ സെൻസറുകൾ, നോട്ടിഫിക്കേഷൻ LED എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയപ്പോൾ ഒരു LED ഫ്ലാഷ് കൂടി വെക്കാൻ സ്ഥലമില്ലാതെയായി. 2 ഫോണുകളിലും പ്രവർത്തിക്കുന്നത് ആൻഡ്രോയിഡ് ഓറിയോയിൽ അധിഷ്ഠിതമായിട്ടുള്ള MIUI 10 ആണ്. ഇനി Note 6 Pro എടുക്കണോ അതോ Note 5 Pro എടുക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും Note 6 Pro കൺസിഡർ ചെയ്യുക. Note 5 Pro അടുത്ത് തന്നെ കമ്പനി മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചേക്കാം. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ തീർച്ചയായും ഇനി വരുന്ന ചില വർഷങ്ങൾ കൂടി ലഭിക്കും. ഇനി നിങ്ങൾ Redmi 6 Pro അല്ലെങ്കിൽ Redmi Note 5 എന്നിവയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പെർഫോമൻസ്, ക്യാമറ എന്നിവ തീർച്ചയായും Note 6 Proയിൽ ഒരുപാട് മികച്ചതാണ്. പക്ഷേ ബാറ്ററി ലൈഫ് അല്പമെങ്കിലും കൂടുതൽ ലഭിക്കുക Redmi 6 Proയിലായിരിക്കും. കാരണം ചെറിയതും ബ്രൈറ്റ്നസ് കുറഞ്ഞതുമായ ഡിസ്പ്ലേ ആണ്. ഫോണിന് വേണ്ടി അധികം ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ മാത്രം Redmi 6 Pro അല്ലെങ്കിൽ Redmi Note 5 വാങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.